ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ ഇംബാലൻസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഇംബാലൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഇംബാലൻസ് തന്നെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഡ്യുവൽ ഫെയർ വാല്യൂ ഗ്യാപ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇംബാലൻസ് എന്നുള്ളത്. അതായത് അപ്സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പാണ്. അതായത് ഒന്നാമത്തെ ക്യാൻഡിലെ ഹൈയും മൂന്നാമത്തെ ക്യാൻഡിലെ ലോയും തമ്മിലുള്ള ഗ്യാപ്പാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു ഇംബാലൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ക്യാൻഡിലും നാലാമത്തെ ക്യാൻഡിലും. ഓക്കെ, അപ്പോൾ ക്യാൻഡിൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഒന്നാമത്തെ ക്യാൻഡിലും ഇത് മൂന്നാമത്തെ ക്യാൻഡിലുമാണ്. അപ്പോൾ വീണ്ടും ഇവിടെയും ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യുവൽ ഇംബാലൻസ് കാണാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് ഇംബാലൻസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്സിൻ്റെ ഇടയിലുള്ള ഈ ലെവൽസിനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് തിരിച്ചു കയറാൻ ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെവൽ വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയി നിൽക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചാർട്ടിൽ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ഗ്രാനുവലിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഇംബാലൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിലൊരു ഇംബാലൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ക്യാൻഡിലും നമ്മൾ വീണ്ടും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്സിൻ്റെ ഇടയിലുള്ള ലെവൽസാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആ ലെവൽ മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. അതിനുശേഷം ഇവിടെ ബ്രേക്കൗട്ട് വന്നു. ബ്രേക്കൗട്ടിന് ശേഷം എക്സാക്റ്റ് ആ ലെവലിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും ടച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ അപ്സൈഡ് കയറിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഡ്യുവലായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് വരാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ലെവൽസ് മാത്രം മാർക്ക് ചെയ്ത് ആ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബൈ എടുക്കാം. അതല്ല താഴെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസത്തെ വന്ന രണ്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ബെർജർ പെയിൻ്റ് ആണ് വന്നിരുന്നത്. ബെർജർ പെയിൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സെക്കൻഡ് ക്യാൻഡിലും ഫോർത്ത് ക്യാൻഡിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ് വന്നിരുന്നത്. അപ്പോൾ ഇതിന് ഇടയിലുള്ള ലെവൽസ് മാത്രം നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ മാത്രം മാർക്ക് ചെയ്യാം. അതിനുശേഷം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ മാർക്കറ്റ് താഴേക്ക് വന്നു. എക്സാക്റ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തുകൊണ്ടോ ആ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് പോയി. ഓക്കെ, അപ്പോൾ അത് സ്ട്രോങ് സപ്പോർട്ടാണ്. ഇനിയിപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. വീണ്ടും മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് അതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടുന്ന് ബൈയിലേക്കും പോകാവുന്നതാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. KPIT ടെക്. അപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ക്യാൻഡിലും നാലാമത്തെ ക്യാൻഡിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ള ലെവൽസാണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഉണ്ട് ആ ഒരു ലെവലിൽ അടുത്ത ദിവസം എക്സാക്റ്റ് ടച്ച് ചെയ്തു നല്ല രീതിയിൽ അപ്സൈഡ് കയറിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസവും ആ ലെവൽസ് വാലിഡ് ആണ്. അപ്പോൾ അതിന് മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് എടുക്കണമെങ്കിൽ അപ്സൈഡ് ആയിരിക്കും. താഴെ ബ്രേക്കൗട്ട് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫർ ഓഹരി എന്നാണ് ആ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ പേര്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ആ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിക്സ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.